ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടില റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ റെസിപ്പി ഞാൻ ഒരാളുടെ നിന്ന് കോപ്പി അടിച്ചാണ്. ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. നല്ലൊരു ഞായറാഴ്ചയായിട്ട് നിങ്ങൾ മട്ടനും ചിക്കനും എന്തുവാണ് നമ്മുടെ ബീഫൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഉള്ളി ചുമത്തി ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളിയാണ്, ട്രസ്റ്റ് മീ ഗൈസ്, കിടിലമാണ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി വേണം. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനെയാണോ അതുപോലെ എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. അതിനുശേഷം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ശർക്കരയാണ്. നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടല്ലോ ശർക്കരയൊക്കെ ആരെങ്കിലും ചമ്മന്തിയിൽ ഇടുമെന്ന്. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ ഓവർ ഹൈപ്പ് ഒക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ ഹൈപ്പ് അടിക്കുന്നതാണ്. അങ്ങനെയല്ല, ഫുഡിന്റെ കാര്യം വരുമ്പോഴത്തേനും ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഓവർ എക്സൈറ്റഡ് ആവും. അത് ആർക്കെങ്കിലും ഇഷ്ടമില്ലാതെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചട്ടി വെക്കുക. ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഞങ്ങളുടെ ഇവിടെ കുറച്ചിങ്ങനെ മൊരിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നീളത്തിനരിഞ്ഞ സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആയി ഒന്ന് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരുന്നുണ്ട്, അതായത് നല്ലപോലെ ഒന്ന് വയണ്ട് വരുന്ന ടൈമിൽ നമ്മുടെ ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ടൈമിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ അല്ല എന്ത് വെച്ചാലും ഇങ്ങനെ നല്ലപോലെ ഒന്ന് വയണ്ട് വരുമ്പോൾ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഇട്ട് നമ്മുടെ ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മണമല്ല ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊന്നും ചെറുതായിട്ടൊന്ന് മാറി വരണവരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ഉപ്പിടുമ്പോഴത്തേക്കും കൂടി പോകത്തില്ലെന്ന് വിചാരിക്കും. സീരിയസ്ലി ഈ ഒരു ഉപ്പിന് ഞങ്ങളുടെ കയ്യിലുള്ള ഉപ്പിന്റെ ഒരു ടേസ്റ്റ് ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ മുളക് പൊടി ഇടുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കറിവേപ്പില എടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ മുളക് പൊടിയുടെ ഒരു പച്ച മണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും അതിൽ ഞാൻ നമ്മുടെ പുളിയും ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തു. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അധികം തീയൊന്നും കത്തിച്ച് വെക്കരുത്. അപ്പൊ തന്നെ ഓഫ് ചെയ്തോണം. കാരണം അധികം മെൽറ്റായൊന്നും പോകരുത്. ചെറുതായിട്ടൊന്ന് പൊത്തി വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് ആറിയതിനു ശേഷം നമ്മൾ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കുക. അത് നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് അരച്ചെടുക്കുക കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പേസ്റ്റ് പരുവത്തിന് അരയ്ക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ ഞാൻ നല്ല രീതിക്ക് അരച്ചെടുത്തു. എന്നാൽ ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടും. അങ്ങനെ അരച്ചെടുത്തു. ഈ ഒരു ചമ്മന്തി നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ. എല്ലാത്തിന്റെ കൂടെ നല്ലൊരു ഗുഡ് കോമ്പിനേഷൻ ആണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ റെസിപ്പി അടിച്ചു മാറ്റിയത് നമ്മുടെ ഷമീസ് കിച്ചൺ ചേച്ചിയുടെ നിന്നാണ്. അടിപൊളി റെസിപ്പി ആയിരുന്നു. താങ്ക് യു ചേച്ചി, ഇത്രയും നല്ലൊരു റെസിപ്പി പറഞ്ഞു തന്നതിന്. എൻ്റെ 2 ഫേവറേറ്റ് ആയിട്ടുള്ള കുക്കിംഗ് ചാനലാണ്. ഒന്ന് ഷമീസ് കിച്ചണും പിന്നെ ഒന്ന് ഷാൻ ജിയോയും. പിന്നെ ഒരു മലയാളി ഒരാൾ കൂടിയുണ്ട്. ആളുടെ പേര് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇവരെ 3 പേരെയാണ് കൂടുതലായിട്ട് റെഫർ ചെയ്യാറ് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും. എന്തായാലും അടിപൊളി റെസിപ്പി ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചോറും രസവും പിന്നെ ചമ്മന്തി, ഈ ഒരു ചമ്മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഭയങ്കര തൃപ്തിയായിരുന്നു കേട്ടോ കഴിച്ചപ്പോഴത്തേക്ക്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിലേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.